പണം ഒരിക്കലും സേവ് ചെയ്യരുത്. എന്റെ മുത്തച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അമ്പരന്നു. കാരണം നമ്മളെല്ലാം കേട്ടുവന്നത് മറിച്ചാണ്, അല്ലേ? പണം നമ്മൾ സേവ് ചെയ്യണം, നാളേക്കു വേണ്ടി കരുതണം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾക്ക് പിന്നിൽ ഒരു വലിയ കഥയുണ്ടായിരുന്നു. ആ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും പണത്തിനെ പറ്റിയിട്ടുള്ള വിചാരം മാറും. ഇത് നിങ്ങളെ മറ്റൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കും. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വൃദ്ധൻ താമസിച്ചിരുന്നു. അയാൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. സ്വന്തമായ ഒരു കട, കുറെ പശുക്കൾ, സമ്പന്നമായ ഒരു ജീവിതം. എന്നാൽ പ്രശ്നം എന്തെന്നാൽ അയാൾ സ്വപ്നം മാത്രം കണ്ടു. അതിനുവേണ്ടി അയാൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് വഴിയിലൂടെ പോകുന്ന ആളുകളെ നോക്കിക്കൊണ്ടിരിക്കും. നാളെ തുടങ്ങാം, അടുത്ത ആഴ്ച നോക്കാം, സമയം വരുമ്പോൾ എല്ലാം ശരിയാകും. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. ആദ്യം നാട്ടുകാർ അയാളെ കളിയാക്കി. പിന്നീട് അവർക്ക് അയാളോട് ദേഷ്യം പോലും തോന്നിയില്ല. കാരണം അയാളുടെ ജീവിതം പതുക്കെ പതുക്കെ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാര്യയുടെ ചുമലിലായിരുന്നു. കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അവർ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി. ഒരു ദിവസം അവൾ ഭർത്താവിനോട് പറഞ്ഞു, സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല, പക്ഷെ നമ്മുടെ അടുക്കളയിൽ ഭക്ഷണമില്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ എന്തിനാണ്? വൃദ്ധൻ ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് പതിവ് പോലെ പറഞ്ഞു, വിഷമിക്കേണ്ട, ഒരു നാൾ എല്ലാം മാറും. പക്ഷെ ആ ദിവസം വന്നില്ല. കാലം മുന്നോട്ടുപോയി. കുടുംബത്തിന്റെ അവസ്ഥ കൂടുതൽ മോശമായി. ഒരു രാത്രി അവരുടെ കൊച്ചുമകൻ മുത്തച്ഛന്റെ അടുത്തെത്തി. അവന്റെ മുഖത്ത് വിശപ്പിന്റെ ക്ഷീണം. അവൻ പതുക്കെ ചോദിച്ചു, മുത്തച്ഛ, ഇന്ന് രാത്രി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വൃദ്ധൻ ഒന്നും പറഞ്ഞില്ല. അമ്മൂമ്മ അടുക്കളയിലെ പാത്രങ്ങളും അലമാരികളും ഒന്നൊന്നായി തുറന്നു നോക്കി. ഒന്നുമില്ല. അവസാനം അവൾ ശൂന്യമായ പാത്രവുമായി തിരികെ വന്നു. ആ കാഴ്ച വൃദ്ധനെ ഉള്ളിൽ നിന്ന് തകർത്തു. അന്ന് രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ആദ്യമായി തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അല്ല, തന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് അയാൾ ചിന്തിച്ചത്. പിറ്റേന്ന് രാവിലെ അയാൾ വീട്ടിൽ നിന്നിറങ്ങി ജോലി അന്വേഷിച്ചു. അവസാനം ഒരു കൃഷിയിടത്തിൽ കൂലിപ്പണി കിട്ടി. അന്ന് കടുത്ത വെയിലിൽ അയാൾ മണിക്കൂറുകളോളം ജോലി ചെയ്തു. കൈകളിൽ പൊള്ളലുകൾ വന്നു, പുറം വേദനിച്ചു, കാലുകൾ തളർന്നു. എന്നാലും എല്ലാ ദിവസവും വൈകുന്നേരം കിട്ടുന്ന ചെറിയ കൂലിയുമായി അയാൾ വീട്ടിലേക്ക് മടങ്ങി. അവിടെ നിന്ന് പുതിയ പ്രശ്നം തുടങ്ങി. പണം കയ്യിൽ കിട്ടുന്നുണ്ട്, പക്ഷെ അത് കയ്യിൽ നിൽക്കുന്നില്ല. ഭക്ഷണം വാങ്ങണം, മരുന്ന് വാങ്ങണം, വീട്ടിലേക്കുള്ള ചിലവുകൾ അങ്ങനെ നിരവധിയാണ്. ഒരു ദിവസം കടയിൽ ചിലർ സംസാരിക്കുന്നത് അയാൾ കേട്ടു. അവരിൽ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, കിട്ടുന്ന പണത്തിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റിവെക്കണം, അതാണ് ഭാവിയുടെ സുരക്ഷ. ആ വാക്കുകൾ വൃദ്ധന്റെ മനസ്സിൽ പതിഞ്ഞു. അയാൾ അന്ന് വീട്ടിലെത്തി ഒരു പഴയ പാത്രം എടുത്തു. അത് കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. അടുത്ത ദിവസം മുതൽ കിട്ടുന്ന ഓരോ കൂലിയിൽ നിന്നും ചെറിയൊരു തുക അതിൽ ഇടാൻ തുടങ്ങി. ടിങ്! ഓരോ നാണയവും വീഴുന്ന ശബ്ദം അയാൾക്ക് പ്രതീക്ഷയുടെ ശബ്ദമായിരുന്നു. കൊച്ചുമകൻ ഒരിക്കൽ അത് കണ്ടു. മുത്തച്ഛ, അതെന്താണ്? വൃദ്ധൻ ചിരിച്ചു. നമ്മുടെ ഭാവി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. പണം പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടിരുന്നു. പുതിയ വസ്ത്രങ്ങൾ വാങ്ങില്ല, പഴയ ചെരുപ്പുകൾ തന്നെ ഉപയോഗിച്ചു. എങ്ങനെയും തന്റെ കുടം എത്രയും പെട്ടെന്ന് നിറയ്ക്കുന്നതിനായി അയാൾ അങ്ങേയറ്റം പിശുക്കി ജീവിച്ചു. അങ്ങനെ ഒടുവിൽ പാത്രം നിറഞ്ഞു. അയാൾ സന്തോഷത്തോടുകൂടി ചന്തയിലേക്ക് പോയി. എന്നാൽ അവിടെ അയാളെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. അന്ന് വാങ്ങാമെന്നു കരുതിയിരുന്ന സാധനങ്ങൾക്കെല്ലാം ഇന്ന് ഇരട്ടി വിലയായിട്ടുണ്ട്. തന്റെ കയ്യിലുള്ള പണം കൊണ്ട് ഇതിന്റെ പകുതി സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ തിരിച്ചറിഞ്ഞു, പണം കൂട്ടിവെക്കുന്നത് മാത്രം മതിയാകില്ല, പണത്തിന്റെ മൂല്യവും കാലത്തിനൊപ്പം മാറും. അന്ന് വൈകുന്നേരം അയാൾ മരച്ചുവട്ടിൽ പഴയതുപോലെ ഇരുന്നു. പക്ഷെ ഇത്തവണ അയാൾ സ്വപ്നം കാണുകയായിരുന്നില്ല, എന്തെങ്കിലും ചെയ്യാനുള്ള വഴി അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധ അയൽ വീട്ടിലെ കോഴിക്കൂട്ടിലേക്ക് പോയത്. അയൽക്കാരൻ രാവിലെ കോഴിമുട്ടകൾ ശേഖരിക്കുന്നു, ചിലത് വീട്ടിൽ ഉപയോഗിക്കുന്നു, ബാക്കിയുള്ളവ വിൽക്കുന്നു. അവിടെ നിന്ന് അയാൾക്കൊരു ആശയം തോന്നി. അയാൾ കൊച്ചുമകനോട് പറഞ്ഞു, നമ്മൾക്ക് കോഴികളെ വളർത്തിയാലോ? ഇത്തവണ അയാൾ നാളത്തേക്ക് എന്ന് പറഞ്ഞില്ല, അന്ന് തന്നെ പ്രവർത്തിച്ചു. സേവ് ചെയ്ത പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് കുറെ കോഴികളെ വാങ്ങി. കൊച്ചുമകൻ സന്തോഷത്തോടെ അവയുടെ പിന്നാലെ ഓടി. ആദ്യ ദിവസങ്ങളിൽ 1-2 മുട്ട മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. അവയിൽ ചിലത് വീട്ടിൽ ഉപയോഗിച്ചു, ബാക്കിയുള്ളത് അയൽ വീടുകളിൽ വിറ്റു. കിട്ടിയ പണം കൊണ്ട് വീണ്ടും കോഴികളെ വാങ്ങാൻ ഉപയോഗിച്ചു. പുതിയ കോഴികൾ വന്നു, മുട്ടകളുടെ എണ്ണം കൂടി, വരുമാനം പതുക്കെ ഉയർന്നു. വൃദ്ധൻ ഒരു നോട്ട്ബുക്ക് എടുത്തു. ഓരോ ദിവസത്തെയും വരുമാനം എഴുതി, ചിലവെഴുതി, വിൽപ്പനയുടെ കണക്ക് സൂക്ഷിച്ചു. അവൻ ആദ്യമായി പണത്തെ വെറുത്ത് സൂക്ഷിക്കുന്നതിനു പകരം പണം എങ്ങനെ വളർത്താം എന്ന് പഠിച്ചു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അയാളുടെ ചെറിയ കോഴിക്കോട് ഒരു ചെറിയ വരുമാന മാർഗമായി മാറി.
അയൽക്കാർ അയാളെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അയാളുടെ മുട്ടയ്ക്ക് ആവശ്യക്കാരേറെയായി. ഇതൊരു സാധാരണ മുട്ടയല്ല, കൊച്ചുമകൻ ചിരിച്ചു. പിന്നെ എന്താണ് മുത്തശ്ശ? ഇതൊരു ചെറിയ നിക്ഷേപമാണ്. ഒരു പണം നമുക്ക് ഒറ്റ തവണ ഉപയോഗിക്കാം. പക്ഷെ അതേ പണം ശരിയായ സ്ഥലത്ത് ഉപയോഗിച്ചാൽ അത് വീണ്ടും വീണ്ടും വരുമാനമുണ്ടാക്കും. കൊച്ചുമകൻ കുറച്ചുനേരം മുത്തച്ഛനെ നോക്കി, പിന്നെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ മുത്തച്ഛൻ ഇനി മടിയനല്ല അല്ലേ? വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല മോനെ, ഞാൻ വൈകിയാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. പണം സേവ് ചെയ്യുന്നത് തെറ്റല്ല, പക്ഷെ സേവ് ചെയ്തെടുത്ത് നിർത്തരുത്. നിന്റെ പണം നിനക്ക് വേണ്ടി വളരുന്ന രീതിയിൽ ഉപയോഗിക്കണം. അന്നു മുതൽ ഗ്രാമത്തിലുള്ളവരോട് അയാൾ ഒരു കാര്യം പറയുമായിരുന്നു: പണം ഒരു വിത്ത് പോലെയാണ്. വിത്ത് കയ്യിൽ പിടിച്ചിരുന്നാൽ അത് ഒരിക്കലും മരമാകില്ല. മണ്ണിൽ നട്ടാൽ മാത്രമേ അത് വളരൂ. അതുപോലെ തന്നെയാണ് പണവും. വെറുതെ കിടത്തിവെച്ചാൽ അതിൻ്റെ ശക്തി കുറയും. അത് അറിവോടെ ഉപയോഗിച്ചാൽ അതൊരു ചെറിയ ബിസിനസ് ആയിരിക്കാം, പുതിയൊരു സ്കില്ലായിരിക്കാം, ഒരു നിക്ഷേപമായിരിക്കാം. അത് പതിയെ പതിയെ വളരാൻ തുടങ്ങും. ഇതാണ് ആ വൃദ്ധൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം. പണം സമ്പാദിക്കൂ, ആവശ്യത്തിന് സേവ് ചെയ്യൂ, പക്ഷേ നിങ്ങളുടെ പണം വളരാനുള്ള വഴിയും കണ്ടെത്തൂ. കാരണം വലിയ മാറ്റങ്ങൾ പലപ്പോഴും വലിയ തുകയോടെ തുടങ്ങുന്നതായിരിക്കില്ല. ചെറിയൊരു തുക, ശരിയായൊരു തീരുമാനം, തുടർച്ചയായ പരിശ്രമം, ഇവ മൂന്നും ചേർന്നാൽ ഒരു ദിവസത്തെ ജീവിതം തന്നെ മാറിയേക്കാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ ഇത്തരത്തിലുള്ള കഥകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.